വീരർത്തൻ ഗാഥ ചൊല്ലാനായി ദേശഭക്തി മനസ്സിൽ നമ്മിൽ ജ്വലിപ്പാനായി ഇതാ വന്നല്ലോ കൃഷ് കൃഷ് ബാൾട്ടി ബോയ് ഭാരത് ഹൈ അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന്. മതി ക്രിഷ്, ഇത്ര ശീർഷാസനം മതി. ഇനി നീ നേരെ നിന്നുകൊള്ളൂ. ഇനി നേരെ നിന്നോ. പക്ഷെ ഇന്നത്തെ എക്സസൈസ് ഇൻകംപ്ലീറ്റ് ആണ്. പിന്നെ ഇന്നലത്തെ കഥയും. എന്റെ സ്വപ്നത്തിനാണെങ്കിൽ റാണിയും അവരുടെ യുദ്ധവുമാണ് വന്നത്. ഓഫ് കോഴ്സ്, സംസ്കൃതി സ്റ്റോറി മോഡ് ഓൺ. സർ ഹ്യൂ ഗ്രോസ് തന്റെ വലിയ പട്ടാളം ഉപയോഗിച്ച് റാണീനെ റൗണ്ടപ്പ് ചെയ്തു. ബ്രിട്ടീഷുകാർ മഴ പോലെയാണ് ബുള്ളറ്റ് ഫയർ ചെയ്തുകൊണ്ടിരുന്നത്. റാണി ലക്ഷ്മിബായും ജാൽക്കാരിയും നല്ല പോലെ ശ്രമിച്ചു. പക്ഷെ അവരുടെ ഒരുപാട് ജവാന്മാർ നഷ്ടപ്പെട്ടു. അവരുടെ ഒരുപാട് ജവാന്മാർ മരിച്ചുപോയി. ജവാന്മാരുടെ മേത്ത് മുറിവായിട്ടും. റാണിക്ക് പിടികിട്ടി ജവാന്മാരുടെ മണബലം കുറവായിരുന്നു എന്ന്. റാണി ഇത് മനസ്സിലാക്കിയപ്പോൾ ആ വെള്ളക്കാര് നമുക്കെതിരെ നോക്കുമ്പോ ആദ്യം അവരെ കാണുന്നത് വിധവയായിട്ടാണ്. പിന്നീട് ഒരു സ്ത്രീ, പിന്നീട് ഒരു ഹിന്ദുസ്ഥാനി. അവർക്കാണെങ്കിൽ ഈ 3 പേരെയും ബഹുമാനിക്കാനും അറിയില്ല. ഇവരെ ഒരു പാഠം പഠിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ജയ് ഭവാനി, ജയ് ഭവാനി, ജയ് ഭവാനി. റാണിയുടെ ഈ വാക്കുകൾ കേട്ട് അവരുടെ പട്ടാളത്തിൽ ഒരു പുതിയ ബോധമുണ്ട്. ബ്രിട്ടീഷ് പട്ടാളം അവരുടെ മതിൽ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ റാണിയുടെ പട്ടാളം മാടിമേൽ നിന്ന് ചൂടുവെള്ളം തിളപ്പിച്ച് അവരുടെ മേലെ ഒഴിച്ചു. അവര് മതിൽ നിന്ന് താഴെ വീണു. രാജാവില്ലെങ്കിലും കോട്ട സംരക്ഷിക്കാൻ റാണിക്കാവുമെന്ന് ഇംഗ്ലീഷുകാർക്ക് ഒരു ധാരണയുണ്ടായിരുന്നില്ല. ഇതുകൂടാതെ മറ്റു ചില തയ്യാറെടുപ്പുകളും നേരത്തെ തന്നെ നടത്തിയിരുന്നു. പക്ഷേ റാണി അതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു. വെള്ളക്കാർ വളരെയധികം കഷ്ടത്തിലായി തീർന്നു. എനിക്ക് തോന്നുന്നത് റാണി നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി കുറെ നാളായിട്ട് ശ്രമിക്കുകയായിരുന്നെന്ന്. അതുകൊണ്ടായിരിക്കും ഈ ഭാഗത്തൊന്നും ധാന്യങ്ങളും പച്ചക്കറികളും കാണാത്തത്. ഇപ്പോൾ തന്നെ 5 ദിവസമായി കഴിഞ്ഞു. നമ്മുടെ പട്ടാളക്കാർക്ക് പട്ടിണി കിടന്ന് യുദ്ധം ചെയ്യുവാൻ സാധിക്കില്ല. പിന്നെ ഞാൻ ഒരു ഇന്ത്യന്റെ മുന്നിലോ എസ്പെഷ്യലി ഒരു സ്ത്രീയുടെ മുന്നിലോ തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. റാണി വിഷമത്തിലായിരുന്നു. അതേപോലെ സർ ഹ്യൂ റോസും ഈ കാര്യത്തിൽ പരിഭ്രാന്തിയിലായിരുന്നു. എന്നാൽ അവരുടെ കയ്യിൽ തോക്കുകൾക്ക് കുറവുണ്ടായിരുന്നില്ല, വെടിമരുന്നുകൾക്കും കുറവുണ്ടായിരുന്നില്ല. ശരിക്കും റാണിക്ക് തോന്നി ഈ കോട്ട തനിക്ക് ഒറ്റയ്ക്ക് സംരക്ഷിക്കാൻ കഴിയില്ല എന്ന്. അപ്പോൾ മറുവശത്തു നിന്നും താത്തിയ ടോപ്പെ ഹ്യൂ റോസിന്റെ സൈന്യത്തിന് മേൽ ആഞ്ഞടിച്ചു. ഈ താത്തിയ ടോപ്പെ ശരിക്കും ഒരു ശല്യക്കാരൻ തന്നെയാണല്ലോ. എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആളുകൾക്ക് കുറച്ച് സഹായം ആവശ്യമുണ്ടെന്ന്. കുറച്ചു പേർ താത്തിയ ടോപ്പയുടെ പിറകെ പോകട്ടെ, മറ്റുള്ളവർ ഇവിടെ നിൽക്കട്ടെ. കോട്ടയുടെ മതില് പൊളിക്കൂ. ഒരു പ്രാവശ്യം നമ്മൾ കോട്ടയ്ക്കകത്ത് കയറിയാൽ. അങ്ങനെയാണെങ്കിൽ ദാമോദരം റാണിയും രക്ഷപ്പെടുന്ന കാര്യം അസംഭവ്യമാണ്. നിങ്ങൾ ബാദലിനെയും കൊണ്ട് കുറച്ച് ആൾക്കാരുമായി ഇവിടുന്ന് രക്ഷപ്പെടൂ. എനിക്കാണെങ്കിൽ റാണിയുടെ ഒരു ഛായ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് കുറച്ചു നേരമൊക്കെ ഇവരെ പറ്റിച്ചിവിടെ നിൽക്കാനാവും. എനിക്കങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. എന്റെ ആളുകളെ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്ക് പോകാൻ സാധിക്കില്ല. ഛത്രപതി ശിവാജി മഹാരാജന്റെ കഥ ഒന്ന് ഓർത്തു നോക്കൂ റാണി. ചില സമയത്ത് ചെറിയ ചെറിയ യുദ്ധങ്ങൾ തോൽക്കുന്നത് വലിയ വിജയങ്ങൾ നേടാൻ ആവശ്യമായിരിക്കും. അതെ റാണി, നിങ്ങൾ യുവരാജാവിനെയും കൊണ്ട് കാൽപ്പിക്ക് പോകൂ. അതുവരെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അവസാനം ഇംഗ്ലീഷുകാരുടെ പീരങ്കികൾ ഝാൻസിയുടെ മതിലുകൾ തകർക്കാൻ പര്യാപ്തമായി. റാണി പിടിക്കൂ അവളെ. സർ, റാണിയെ പിടിച്ചു കഴിഞ്ഞു. അവസാനം നിനക്ക് ഞങ്ങളുടെ മുന്നിൽ കീഴടങ്ങേണ്ടി വന്നില്ലേ? ഇത് ലക്ഷ്മിബായ് അല്ല. പിന്നെ ഇതാരാണ്? ജൽക്കാരി, റാണിയുടെ നിഴൽ. പിന്നെ എവിടെയാണ് ലക്ഷ്മിഭായ്? ഝാൻസി ആൾക്കാരുടെ മനസ്സിൽ, സ്വരാജിന്റെ മുദ്രാവാക്യത്തിൽ. ഈ മാതൃഭൂമിയുടെ മുക്കിലും മൂലയ്ക്കും അവരുണ്ട്. അങ്ങനെ ഝൽക്കാരി റാണിക്ക് വേണ്ടി തന്റെ ജീവൻ കൊടുത്തു. റാണി അവള് കൊച്ചു രാജാവ് ദാമോദരന്റെ കാൽ കെട്ടിയാണ് കൽപ്പിക്കോട്ടയിലേക്ക് വിട്ടത്. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ റാണി അവിടുന്ന് പോയി. റാണിയുടെ മനസ്സ് അതീവ ദുഃഖത്തിലാണ്ടു. പക്ഷെ അവർക്ക് എങ്ങനെയെങ്കിലും കാൽപ്പി എത്തിയേ മതിയായിരുന്നുള്ളൂ. പക്ഷേ വഴിയിൽ, അല്ലയോ റാണി, ഇവിടെയെല്ലാം വെള്ളക്കാരാണ്. നമുക്ക് വേറെ ഏതെങ്കിലും വഴി നോക്കുന്നതല്ലേ നല്ലത്.
വേറെ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ കാൽപ്പി എത്താൻ ഒരുപാട് നേരമാകും. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെ കടന്നു പോകും? ഇവരെ തോൽപ്പിക്കാൻ എന്തായാലും പറ്റില്ല. പക്ഷെ ഇവരെ ആശയക്കുഴപ്പത്തിലാക്കാം. എന്റെ കയ്യിലൊരാശയമുണ്ട്, കേൾക്കൂ. ഹേയ്, നിക്കവിടെ! നിങ്ങൾ ആരാണ്? എങ്ങോട്ടാണ് നിങ്ങൾ ഈ പോകുന്നത്? നിനക്ക് കമാൻഡർ ഹ്യൂറോസിന്റെ ഓർഡർ കിട്ടിയില്ലേ? ഏത് ഓർഡറാണ്? കമാൻഡർ ഹ്യൂറോസ് 7 ദിവസമായി ജാൻസിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. റാണിയും താത്യാത്തോപ്പിയും ഞങ്ങളെ 2 രീതിയിൽ വളഞ്ഞിരിക്കുകയാണ്. അവിടെയാണെങ്കിലോട്ട് റേഷനും ഇല്ല. നീ എന്നിട്ട് ഞങ്ങളെ ചോദ്യം ചെയ്യുന്നു. ഞങ്ങൾക്ക് 2-3 സ്ഥലങ്ങളിൽ പോയി റേഷൻ എടുത്ത് തിരിച്ചെത്തേണ്ടതാണ്. നിനക്ക് ഞങ്ങളെ സംശയമാണോ? എങ്കിൽ ശരി, ഞങ്ങൾ ഓർഡർ വരുന്നത് വരെയും ഇവിടെ തന്നെ കാത്തിരിക്കാം. എന്തുകൊണ്ട് വൈകിയെന്ന് കമാൻഡർ ഹ്യൂറോ ചോദിക്കുകയാണെങ്കിൽ വൈകാനുണ്ടായ കാരണം നീയാണെന്നേ ഞങ്ങൾ പറയുകയുള്ളൂ. അദ്ദേഹത്തിന്റെ ദേഷ്യത്തെക്കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഹ്യൂ ഗ്രോസിന്റെ പേര് കേട്ട ഉടനെ ബ്രിട്ടീഷ് പട റാണീനെയും റാണീന്റെ പടയനെയും കടക്കാൻ സമ്മതിച്ചു. റാണീന്റെ ബുദ്ധി ശരിയായി. റാണിയും റാണിന്റെ പടയും ബ്രിട്ടീഷ് പടയിലുള്ള ചാപ്പാടും ചില ആയുധങ്ങളും എടുത്തിട്ട് അവിടുന്ന് പുറപ്പെട്ടു. കൊള്ളാം. അല്ല റാണി സാഹിബ, എന്ത് തന്ത്രമാണ് പ്രയോഗിച്ചത്? നമ്മൾ ആ വെള്ളക്കാരുടെ ക്യാമ്പിനിടയിലൂടാണ് വന്നത്. പക്ഷെ ആ വെള്ളക്കാരുടെ തോക്ക് നമ്മൾ എന്തിനു വേണ്ടിയാണ് എടുത്തത്? അവരൊട്ട് അറിഞ്ഞത് പോലുമില്ല. അതൊക്കെ ശരിയാണ് ക്രിഷ്. പക്ഷെ റാണി അവളുടെ കൊച്ചുരാജാവ് ദാമോദരനെ എവിടെ ഒളിപ്പിച്ചു വെച്ചു? നല്ല ചോദ്യം. പറയട്ടെ. ദാമോദരനെ വയറ്റില് കെട്ടി റാണി കുതിരയിൽ കൊണ്ടുപോയി. റാണി അടിപൊളി, എന്തൊരു ഐഡിയ! അവളുടെ പടകളുടെ നടുക്കുണ്ടായോണ്ട് രാജകുമാരനെ വേറെ ആർക്കും കാണാൻ പറ്റില്ല. റാണി തിരിഞ്ഞു നോക്കിയപ്പോ അത് ആ മറ്റേ ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു. അയാളുടെ പട്ടാള പടകൾ കൊണ്ട് അവിടെ എത്തിയിരുന്നു. അവിടെ ഒരു യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിൽ റാണിയുടെ ജവാൻകൾ മരിച്ചുപോയി. ചെറിയ രാജകുമാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേറെ വഴിയില്ലാതെ റാണി ഓടിപ്പോവേണ്ടി വന്നു. ഇനി ഓടുകയില്ല, നമുക്കിനി പറക്കണം. ബാദൽ തീർച്ചയായും റാണീനെ അവൾ കൽപ്പിയിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ അവളുടെ പരിധിയിൽ പ്രവേശിച്ചു ബാദൽ. എന്തു പറ്റി ബാദലിന്? ബാദല് മരിച്ചുപോയി. ബാദൽ, നിന്റെ ഈ ത്യാഗം ഞാൻ ഒരിക്കലും മറക്കില്ല കൂട്ടുകാരാ. സ്വാതന്ത്ര്യത്തിനായുള്ള ആ ആദ്യ യുദ്ധത്തിൽ ഝാൻസി മാത്രമല്ല, ഡൽഹിയുടെയും മീററ്റിന്റെയും ബെഠൂരിന്റെയും പട്ടാളക്കാർ തോറ്റുപോയിരുന്നു. റാണി പോയി ഒരുമാതിരിപ്പറ്റുള്ള എല്ലാ രാജാക്കളെയും കണ്ടുമുട്ടി, തത്യാത്തോപ്പെ ഉൾപ്പെടെയുള്ള. തോൽക്കുന്നതിനും തോറ്റു കൊടുക്കുന്നതിനും വ്യത്യാസമുണ്ട്. എനിക്ക് എന്റെ ജാൻസി തിരിച്ചു വേണം. അതിനുവേണ്ടി ഗ്വാളിയർ രാജാവിന്റെ സഹായം തേടിയേ പറ്റൂ. പക്ഷെ അവര് വെള്ളക്കാരെയല്ലേ സഹായിക്കുന്നത്? പക്ഷെ അവിടുത്തെ ആളുകൾ എന്തായാലും നമ്മുടെ കൂടെ തന്നെ നിൽക്കും. റാണി ലക്ഷ്മിബായ് താത്യാട്ടോപ്പയ്ക്ക് ഒപ്പമാണ് ഗ്വാളിയറിലെത്തിയത്. അവള് കൊട്ടാരത്തിലേക്ക് ചെന്നപ്പോൾ രാജാവ് ശാന്തമായി ഉറങ്ങുമായിരുന്നു. റാണിയുടെ വാൾ അവരെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി. ഒരു ദേശം മുഴുവൻ ഉണർന്നിരിക്കുമ്പോൾ ഒരു ദേശദ്രോഹിക്ക് മാത്രമേ ഇങ്ങനെ ഉറങ്ങാനാവൂ. ഒരു ദേശദ്രോഹിക്ക് എന്റെ മാതൃഭൂമിയിൽ ഒരു സ്ഥാനവുമില്ല. രാജാവ് ഭയന്ന് ഓടിപ്പോയി. റാണിന്റെ വാക്കുകൾ ശരിയായി. ഗ്വാളിയറിലത്തെ ജനങ്ങൾ റാണീനെ പിന്തുടർന്നു. പക്ഷേ ഇത് ഹ്യൂറോസിനെ ഞെട്ടിച്ചു. റാണി ലക്ഷ്മിബായ്, റാണി ലക്ഷ്മിബായ്, ഒരു പ്രാവശ്യം കൂടി ഞാൻ ഈ പേര് കേട്ടാൽ എല്ലാവരുടെയും നാക്ക് ഞാൻ പിഴുതെടുക്കും. ഗ്വാളിയോറിനെ ആക്രമിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യൂ. തുടർന്ന് ഘോരമായ യുദ്ധം നടന്നു. റാണി ഭയങ്കരമായ യുദ്ധം ചെയ്തു. അവിടുന്ന് ആർക്കും ഓടിപ്പോവാൻ പറ്റാത്ത പോലെ അവൾ എല്ലാ ദിവസവും കാൽനടയായി. റാണി അവളെ പിന്തുടർന്നു. മുന്നിൽ ഹ്യൂറോസ്, പിന്നിൽ റാണി, അതിൻ്റെ പിന്നിൽ ഹ്യൂറോസിന്റെ പടകൾ. ഓടുന്നതിനിടയിൽ ഹ്യൂറോസ് ഒരു കുഴിയുടെ അടുത്തേക്ക് എത്തി. അതിലേക്ക് അവന്റെ കുതിര ചാടി കടന്ന് മുറിച്ച് കടന്നു. റാണിയുടെ കുതിര ധൈര്യം കൂട്ടാൻ കഴിയാതെ നിന്നു. അവിടെ നിന്നു. റാണിയുടെ കുതിര ബാദൽ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ദിവസം റാണി രക്ഷപ്പെട്ടേനെ. അവൻ ഇങ്ങനെയുള്ള ഗർത്തങ്ങളെല്ലാം അനായാസേന ചാടിക്കടക്കുമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അന്ന് ബാദൽ ഉണ്ടായിരുന്നില്ല. പിന്നെ റാണിയെ പിന്തുടർന്നു വന്ന ബ്രിട്ടീഷ് പട്ടാളക്കാർ അവളെ വളഞ്ഞു. എന്നിട്ടും അവർ ബ്രിട്ടീഷുകാരുടെ മുമ്പിലായിട്ട് ആയുധം വെച്ചില്ല. ഝാൻസിന്റെ റാണിയായിരുന്നു അവൾ. പക്ഷെ യുദ്ധത്തിന്റെ ഇടയിൽ രക്തസാക്ഷിയായി. എല്ലാം പോട്ടെ, ഇത്രമാത്രം ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരായി റാണിക്ക് എത്ര പോരാടാനാവും? യുദ്ധത്തിൽ അവൾ രക്തസാക്ഷിയായി.
എന്നിട്ടും അവർ വെള്ളക്കാരുടെ മുന്നിൽ സ്വന്തം ആയുധം താഴെയിട്ടില്ല. റാണി ലക്ഷ്മിബായി എന്തൊരു ബ്രേവും കൂളുമായിരുന്നല്ലേ. സാധാരണ ജനങ്ങൾ കരുതുന്നത് ഈ ഹീറോസ് അമാനുഷികരാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. അവരും സാധാരണ മനുഷ്യർ തന്നെയാണ്. പക്ഷേ അവർ സത്യത്തിനും ന്യായത്തിനും വേണ്ടി കഠിനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയവരാണ്. അവർ എന്നും വെള്ളക്കാരോട് പോരാടി, തോറ്റു, ജയിച്ചു. പക്ഷേ അവർ ഒരിക്കലും മനസ്സുകൊണ്ട് തോറ്റിട്ടില്ല. അവർ യുദ്ധം ചെയ്ത് രക്തസാക്ഷികളായി. അതുകൊണ്ട് തന്നെ അവരുടെ വീരഗാഥകളെല്ലാം നമ്മൾ പാടിക്കൊണ്ട് നടക്കുന്നു. ഇപ്പോഴും ശൗര്യത്തിന്റെയും ധൈര്യത്തിന്റെയും കാര്യങ്ങൾ പറയുമ്പോൾ ഉറപ്പായും ആളുകൾ റാണി ലക്ഷ്മിബായിയെ ഓർക്കും. ആളുകൾ ഗ്വാളിയാറിലെ അവരുടെ സമാധി കാണുന്നതും ഝാൻസിയുടെ കോട്ട കാണുന്നതുമൊക്കെ അവരുടെ സൗഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഫ്രണ്ട്സ്, ഈ കഥ കേൾക്കുമ്പോ ഇത്രയും ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് കാണുമ്പോ എന്ത് രസമായിരിക്കും. ക്രിഷ് മൾട്ടി ബോയ് നമ്മുടെ കൂട്ടുകാരെ കാണുക എല്ലാ ഞായറാഴ്ചയും രാവിലെ 11 മണിക്ക് ദൂരദർശനിൽ. നമ്മുടെ സ്ക്രീനിംഗ് പാർട്ട്നേഴ്സ് ആമസോൺ പ്രൈം വീഡിയോയും പിന്നെ നെറ്റ്ഫ്ലിക്സും. സ്റ്റേ ട്യൂൺഡ്.